സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാ മാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. അധ്യായം 27. മുഖവുര. ഒരാൾ സമുദ്രത്തിൽ മുങ്ങിയാൽ എല്ലാ തീർത്ഥങ്ങളിലും പുണ്യനദികളിലും സ്നാനം ചെയ്ത ഫലം സിദ്ധിക്കുന്നു. അതുപോലെ ഒരാൾ സദ്ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചാൽ ത്രിമൂർത്തികളെയും പരബ്രഹ്മത്തെയും നമസ്കരിച്ച ഫലം സിദ്ധിക്കുന്നു. കൽപ്പദ്രുമ തുല്യനും പുണ്യപ്രതാപിയുമായ സായിനാഥന് വിജയം ആശംസിക്കുക. ഭഗവാൻ സായിനാഥ, അവിടുത്തെ കഥ കേൾക്കാൻ ഞങ്ങളിൽ ആഗ്രഹം വളർത്തിയാൽ. ചാതകപക്ഷി വർഷജലം പാനം ചെയ്ത് സന്തുഷ്ടനാവും പോലെ ഈ കഥകളിൽ നിന്ന് വായനക്കാർ അമൃതധാര പാനം ചെയ്ത് സന്തുഷ്ടരാവട്ടെ. ഈ കഥ കേട്ടുകൊണ്ട് വായനക്കാരും അവരുടെ കുടുംബങ്ങളും സാത്വിക ഗുണം വളർത്തട്ടെ. അവരുടെ ദേഹം വിയർത്ത്, കണ്ണ് നനഞ്ഞ്, പ്രാണൻ നേരെയായി, മനം ശാന്തമായി, രോമഹർഷം അനുഭവിച്ച് അവർ ഉറക്കെ കരഞ്ഞും വിതുമ്മിക്കരഞ്ഞും അവരുടെ വിദ്വേഷങ്ങളും വ്യത്യാസങ്ങളും വലിപ്പച്ചെറുപ്പങ്ങളും ഇല്ലാതാവട്ടെ. ഇവ സംഭവിച്ചാൽ അത് ഗുരുവിൻ്റെ അനുഗ്രഹം അവരിൽ ആവേശിച്ചതിൻ്റെ ലക്ഷണമാണ്. ഈ വക വികാരങ്ങളും പ്രതികരണങ്ങളും നിങ്ങളിൽ ആവിർഭവിച്ചാൽ ഗുരു സന്തുഷ്ടനായി നിങ്ങളെ ആത്മനിർവൃതിയിലേക്ക് നയിക്കും. അതുകൊണ്ട് മായയുടെ ശൃംഖലയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പരിപൂർണമായും തൃപ്തിയോടുകൂടിയും ബാബയ്ക്ക് ആത്മാർപ്പണം ചെയ്യലാണ്. വേദങ്ങൾക്ക് നിങ്ങളെ മായാസാഗരം കടത്തിവിടാൻ കഴിയുന്നില്ല. സദ്ഗുരുവിന് മാത്രമേ അത് നിങ്ങൾക്ക് സാധിപ്പിച്ച് സകല ജീവജാലങ്ങളിലും ദൈവശക്തിയെ കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ. പരിപാവനമാക്കിയ പുസ്തകം കൊടുക്കൽ. ബാബയുടെ ഉപദേശം കൊടുക്കലിൻ്റെ വിവിധ സമ്പ്രദായങ്ങളെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ ഒരു സമ്പ്രദായത്തെപ്പറ്റി പ്രസ്താവിക്കാം. സാധാരണയായി ഭക്തന്മാർ പാരായണത്തിനുള്ള ഏതെങ്കിലും പുസ്തകം കൊണ്ടുപോയി ബാബയുടെ കയ്യിൽ കൊടുത്ത് തിരിച്ചു വാങ്ങൽ ഒരു പതിവായിരുന്നു. ബാബ തൊട്ട് അവയെ പരിപാവനമാക്കലാണ് ഉദ്ദേശം. ആ പുസ്തകങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് ബാബയുടെ സാമീപ്യം അനുഭവപ്പെട്ടു. ഒരിക്കൽ കാക്കാ മഹാജനി ഒരു ഏകനാഥ് ഭാഗവതം പുസ്തകവുമായി ഷിർദിയിൽ വന്നു. ശ്യാമ അത് വായിക്കാനെടുത്ത് മസ്ജിദിൽ ചെന്നു. ബാബ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ശ്യാമയ്ക്ക് കൊടുത്ത് അത് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ശ്യാമ അത് കാക്കാ മഹാജനിയുടേതാണെന്നും മടക്കി കൊടുക്കണമെന്നും പറഞ്ഞു. ബാബ പറഞ്ഞു, അല്ലല്ല, ഞാൻ നിനക്ക് തന്നതുകൊണ്ട് നീ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത്. അത് നിനക്ക് ഉപകാരപ്രദമാവും. ഇങ്ങനെ പല പുസ്തകങ്ങളും ശ്യാമയെ ഏൽപ്പിക്കലുണ്ട്. കാക്കാ മഹാജനി മറ്റൊരു കോപ്പിയുമായി വന്ന് ബാബയുടെ കയ്യിൽ കൊടുത്തു. ബാബ അത് പ്രസാദമെന്ന നിലയിൽ മടക്കി കൊടുത്ത് അത് സൂക്ഷിക്കാനും അതുകൊണ്ട് ഗുണം വരുമെന്നും പറഞ്ഞു. കാക്ക അത് നമസ്കാരത്തോടുകൂടി തിരിച്ചു വാങ്ങി. ശ്യാമയും വിഷ്ണു സഹസ്രനാമവും. ശ്യാമ ബാബയുടെ പ്രിയങ്കരനായ ഭക്തനായതിനാൽ അയാൾക്ക് ഒരു വിഷ്ണു സഹസ്രനാമം പ്രസാദമായി കൊടുത്ത് പ്രത്യേകത കാണിക്കണമെന്നുണ്ടായിരുന്നു ബാബയ്ക്ക്. ഇത് താഴെ പറയും പ്രകാരമാണ് ചെയ്തത്. ഒരിക്കൽ ഒരു രാമദാസി, അതായത് ഋഷി രാമദാസിന്റെ അനുയായി, ഷിർദിയിൽ വന്ന് കുറച്ചു കാലം താമസിച്ചു. അയാളുടെ ദിനചര്യ ഇപ്രകാരമാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് കാവി വസ്ത്രം ധരിച്ച് ഭസ്മം പൂശി ഭക്തിയോടുകൂടി വിഷ്ണു സഹസ്രനാമവും അധ്യാത്മ രാമായണവും വായിക്കും. അയാൾ ഈ പുസ്തകങ്ങൾ പലവരും വായിച്ചിരുന്നു. ബാബ ശ്യാമയെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം ബാബ രാമദാസിയെ വിളിച്ച് തനിക്ക് വയറ്റിൽ വേദനയാണെന്നും സുന്നാമുക്കി കഴിക്കണമെന്നും അങ്ങാടിയിൽ പോയി വാങ്ങിക്കൊണ്ടുവരണമെന്നും പറഞ്ഞു. രാമദാസി വായന നിർത്തി അങ്ങാടിക്ക് പോയി. ബാബ ഉടനെ താഴെ ഇറങ്ങി രാമദാസി വായിക്കുന്ന സ്ഥലത്ത് ചെന്ന് വിഷ്ണു സഹസ്രനാമം എടുത്ത് തൻ്റെ സ്ഥാനത്ത് വന്നിരുന്ന് ശ്യാമയോട് പറഞ്ഞു, ശ്യാമ, ഈ പുസ്തകം വളരെ അമൂല്യവും ശക്തിമത്തുമാണ്. ഞാനിത് നിനക്ക് സമ്മാനിക്കുന്നു. നീ അത് വായിക്കും. ഒരിക്കൽ ഞാൻ അത്യധികം വേദന അനുഭവിച്ചു. ഹൃദയം തളരാൻ തുടങ്ങി. ജീവൻ തന്നെ അപകടത്തിലായി. അങ്ങനെ അപകട സമയത്ത് ഈ പുസ്തകം നെഞ്ചത്തടക്കി പിടിച്ചപ്പോൾ
എന്തൊരു സമാധാനമാണ് കിട്ടിയതെന്നോ. അള്ളാഹു തന്നെ ഇറങ്ങി വന്ന് രക്ഷിച്ചു എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് തരുന്നു. അത് സാവധാനം കുറച്ചു കുറച്ചായി വായിക്കുക. ഒരു ദിവസം ഒരു നാമമെങ്കിലും വായിക്കുക. അത് നിനക്ക് ഗുണം ചെയ്യും. ശ്യാമ അത് തനിക്ക് വേണ്ടെന്നും അതിൻ്റെ ഉടമയായ രാമദാസി കോപിഷ്ഠനും ഭ്രാന്തനും പിടിവാശിക്കാരനുമായതിനാൽ ശണ്ടയ്ക്ക് വരുമെന്നും താൻ നാടനായതുകൊണ്ട് ദേവനാഗരി അക്ഷരം വേണ്ട പോലെ വായിക്കാൻ കഴിയില്ലെന്നും മറുപടി പറഞ്ഞു. ശ്യാമ വിചാരിച്ചത് ബാബ തന്നെ രാമദാസിയുമായി തല്ലിക്കാൻ നോക്കുകയാണെന്നാണ്. ബാബ അയാളെ എങ്ങനെ കരുതുന്നു എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബാബ ഈ വിഷ്ണു സഹസ്രനാമമായ കണ്ഠാഭരണം ശ്യാമയുടെ കഴുത്തിൽ കെട്ടി പാമരനെങ്കിലും പ്രിയങ്കരനായ അയാളെ ലോകവ്യാപാരത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഭഗവത് നാമത്തിൻ്റെ ശക്തി വിസ്തൃതമാണ്. അതെല്ലാ പാപത്തിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് ജനന മരണങ്ങളെ ഇല്ലാതാക്കുന്നു. ഇതിലും എളുപ്പമായ സാധനയില്ല. അത് മനസ്സ് ശുദ്ധിയാക്കാൻ ഏറ്റവും പറ്റിയതാണ്. അതിന് ചടങ്ങും ഒരുക്കങ്ങളും ഒന്നും ആവശ്യമില്ല. അത് വളരെ എളുപ്പവും വളരെ ഫലപ്രദവുമാണ്. ഈ സാധന ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ശ്യാമ ശീലിക്കണമെന്നായിരുന്നു ബാബയുടെ ഉദ്ദേശം. അതാണ് ബാബ അയാളെ നിർബന്ധിച്ചത്. ഏകനാഥ് മഹാരാജ് വിഷ്ണു സഹസ്രനാമം ഒരു അയൽവാസി സാധു ബ്രാഹ്മണനെ നിർബന്ധിച്ച് വായിപ്പിച്ച് കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിച്ചതായി കേട്ടിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം വായിക്കലും പഠിക്കലും മനഃശുദ്ധി വരുത്താനുള്ള തുറന്ന വഴിയായതിനാലാണ് ബാബ ശ്യാമയെ നിർബന്ധിച്ചത്. രാമദാസി സുന്നാമുഖിയുമായി വേഗം മടങ്ങി വന്നു. അന്നാച്ചിൻ ചാനിക്കർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ നാരദന്റെ പണിയെടുത്ത് സംഭവിച്ചതെല്ലാം രാമദാസിയോട് പറഞ്ഞു. രാമദാസി കോപിക്കാൻ തുടങ്ങി. അയാൾ ശ്യാമയെ ശകാരിക്കാൻ തുടങ്ങി. അയാളെ ശ്യാമയുടെ ആവശ്യപ്രകാരമാണ് ബാബ മരുന്നിനയച്ചതെന്നും അങ്ങനെ പുസ്തകം കരസ്ഥമാക്കിയതാണെന്നും ശ്യാമയെ കുറ്റപ്പെടുത്തി. ശ്യാമയെ ചീത്ത പറഞ്ഞൊടുവിൽ പുസ്തകം ഉടനെ മടക്കി കിട്ടിയില്ലെങ്കിൽ അയാൾ ശ്യാമയുടെ മുന്നിൽ വെച്ച് തന്നെത്താൻ തല തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞു. ശ്യാമ പലതും സമാധാനിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല. അപ്പോൾ ബാബ ദയാപൂർവം അയാളോട് പറഞ്ഞു, ഓ രാമദാസി, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്തിനാണ് ഇത്ര കോപിക്കുന്നത്? ശ്യാമ നമ്മുടെ കുട്ടിയല്ലേ? എന്തിനാണ് അവനെ അനാവശ്യമായി ചീത്ത പറയുന്നത്? എന്താണ് നിങ്ങളിങ്ങനെ ബഹളക്കാരനായത്? നിങ്ങൾക്ക് സൗമ്യമായും മധുരമായും സംസാരിക്കാൻ അറിഞ്ഞുകൂടെ? ഈ പുണ്യപുസ്തകങ്ങൾ നിത്യം വായിച്ചിട്ടും മനസ്സ് പരിശുദ്ധമാവാതെയും കോപം അടക്കാൻ വയ്യാതെയുമാണല്ലോ കാണുന്നത്. എന്ത് തരക്കാരൻ രാമദാസിയാണ് നിങ്ങൾ? ഇതിലൊക്കെ നിങ്ങൾ നിർമ്മമനായിരിക്കണ്ടേ? ഈ പുസ്തകം ഇത്രയധികം നിങ്ങൾ കാക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് വിരോധാഭാസമല്ലേ? ശരിയായ രാമദാസിക്ക് മമതയില്ലാതെ എല്ലാവരോടും സമതയാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ ശ്യാമയോട് ഒരു പുസ്തകത്തിന് വേണ്ടി ശണ്ട കൂടുന്നു. പോയി അവിടെ ഇരിക്കൂ. പണം കൊടുത്താൽ വേണ്ടത്ര പുസ്തകം കിട്ടും. പക്ഷേ മനുഷ്യനെ കിട്ടില്ല. നല്ലപോലെ ആലോചിച്ച് ദാക്ഷിണ്യം കാണിക്കൂ. നിങ്ങളുടെ പുസ്തകം എന്തിനു മാത്രമുണ്ട്? ശ്യാമയ്ക്കത് വേണ്ടായിരുന്നു. ഞാനതെടുത്ത് അവന് കൊടുത്തതാണ്. ശ്യാമ അത് വായിച്ച് നന്നാവുമെന്ന് കരുതി ഞാൻ അവന് കൊടുത്തു. ബാബയുടെ സൗമ്യവും ദയാപരവും അമൃതതുല്യവുമായ വാക്കുകൾ എത്ര മധുരമായിരുന്നുവെന്നോ. അതിൻ്റെ ഫലം വിസ്മയാവഹമായിരുന്നു. രാമദാസി സമാധാനിച്ച് അതിന് പകരം പഞ്ചരത്ന ഗീത കിട്ടിയാൽ മതി എന്ന് ശ്യാമയോട് പറഞ്ഞു. ശ്യാമ സന്തോഷിച്ചു. എന്തിനൊന്ന്, 10 കോപ്പികൾ പകരം തരാം എന്ന് പറഞ്ഞു. ഒടുക്കം സംഗതി ഒത്തുതീർപ്പായി. ഒരു ചോദ്യം അവശേഷിക്കുന്നതാണ്. അയാൾക്ക് താല്പര്യമില്ലാത്ത ഭഗവാനെ, ദേവനെ സംബന്ധിച്ച പഞ്ചരത്ന ഗീതയ്ക്ക് എന്തിനാണ് രാമദാസി ആവശ്യപ്പെട്ടത്? എന്നും പുണ്യപുസ്തകങ്ങൾ മസ്ജിദിൽ ബാബയുടെ മുന്നിലിരുന്ന് വായിക്കുന്ന അയാൾ എന്തിന് ശ്യാമയോട് ബാബയുടെ മുന്നിൽ വെച്ച് കോപിച്ചു? നമുക്ക് ആരെയാണ് കുറ്റം പറയേണ്ടത് എന്നറിയില്ല. കുറ്റം ആർ തമ്മിൽ പങ്കുവെക്കണമെന്നും അറിയില്ല. ഒന്നു മാത്രം പറയാം, ഈ സംഭവം ഇങ്ങനെ നടന്നില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നതിൻ്റെ മഹാത്മ്യം ശ്യാമയ്ക്ക് മനസ്സിലാവുമായിരുന്നില്ല. പിന്നീട് ശ്യാമ സഹസ്രനാമം മുഴുവൻ പഠിച്ച് അർത്ഥം മനസ്സിലാക്കി പൂന എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറും
ശ്രീമാൻ ഭൂട്ടിയുടെ ജാമാതാവുമായ പ്രൊഫസർ നാർക്കെ എംഎക്ക് വിവരിച്ചു കൊടുക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞു. വിത്തൽ ദർശനം. ഒരിക്കൽ കാക്കാ സാഹിബ് ദീക്ഷിത് കാലത്ത് കുളി കഴിഞ്ഞ് അയാളുടെ വാടയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ വിത്തൽ ദർശനം സിദ്ധിച്ചു. പിന്നീട് ബാബയുടെ അടുക്കൽ പോയപ്പോൾ ബാബ ചോദിച്ചു, വിച്ചൽ പട്ടേൽ വന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? വിച്ചൽ പിടിച്ചാൽ കിട്ടാത്ത ആളാണ്. മുറുക്ക പിടിച്ചില്ലെങ്കിൽ വഴുതി പോവും, വഴുതി രക്ഷപ്പെടും. ഉച്ചയ്ക്ക് ഒരു വഴിക്കച്ചവടക്കാരൻ 20-25 പന്തർപൂർ വിച്ചലിന്റെ ചിത്രങ്ങളുമായി വന്നു. അത് ധ്യാനത്തിൽ കണ്ട പോലെ തന്നെയായിരുന്നു. ബാബയുടെ വാക്കുകൾ ഓർമ്മ വന്ന് അതിൽ നിന്നൊരു പടം വാങ്ങി പൂജാമുറിയിൽ ആരാധനയ്ക്കായി വെച്ചു. ഗീതാരഹസ്യം. ബാബയ്ക്ക് ബ്രഹ്മവിദ്യ പഠിക്കുന്നവരെ ഇഷ്ടമായിരുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരിക്കൽ ബാപ്പു സാഹിബ് ജോഗിന് ഒരു പാർസൽ കിട്ടി. അതിൽ ലോകമാന്യ തിലകന്റെ ഗീതാരഹസ്യമായിരുന്നു. അത് കക്ഷത്ത് വെച്ച് അയാൾ മസ്ജിദിൽ വന്ന് ബാബയെ നമസ്കരിച്ചപ്പോൾ പാർസൽ ബാബയുടെ കാൽക്കൽ വീണു. ബാബ അതെന്താണെന്ന് അന്വേഷിച്ചു. പാർസൽ തുറന്ന് പുസ്തകം ബാബയുടെ കയ്യിൽ കൊടുത്തു. അത് തുറന്നു നോക്കി ഒരു ഉറുപ്പിക മീതെ വെച്ച് ജോഗിനും കൊടുത്ത് ബാബ ഇപ്രകാരം പറഞ്ഞു, ഇത് മുഴുവൻ വായിക്കുക, നിനക്ക് നേട്ടമുണ്ടാവും. ഖബർദി ദമ്പതികൾ. ഖബർദി ദമ്പതികളെ പറ്റി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. ഒരിക്കൽ ദാദാ സാഹിബ് ഖബർദി കുടുംബസമേതം ഷിർദിയിൽ വന്ന് കുറച്ചു മാസം താമസിച്ചു. ദാദാ സാഹിബ് സാധാരണക്കാരനായിരുന്നില്ല. അയാൾ പണക്കാരനും അമരാവതി ബീഹാറിലെ പ്രശസ്തനായ വക്കീലും ഡൽഹി കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലെ മെമ്പറുമായിരുന്നു. അയാൾ ബുദ്ധിമാനും പ്രാസംഗികനുമായിരുന്നു. പല ഭക്തന്മാരും ബാബയോട് വർത്തമാനം പറഞ്ഞും വാദിച്ചും കൊണ്ടിരുന്നെങ്കിലും 3 പേർ, അതായത് ഖബർദി, നൂൽക്കാർ, ബൂട്ടി, ഇവർ മാത്രം സദാ നിശബ്ദരായിരിക്കും. അവർ വിനീതരും സൽസ്വഭാവികളുമായിരുന്നു. ദാദാ സാഹിബിന് വിദ്യാരണ്യന്റെ പഞ്ചദശി വ്യാഖ്യാനിച്ച് പറയാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിലും മസ്ജിദിൽ ബാബയുടെ സാന്നിധ്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കലാണ് പതിവ്. ഏത് പണ്ഡിതനും ബ്രഹ്മജ്ഞാനിയുടെ മുന്നിൽ ഒന്നുമല്ലല്ലോ. പാണ്ഡിത്യം ബ്രഹ്മജ്ഞാനിയുടെ മുന്നിൽ പ്രകാശിക്കില്ല. ദാദാ സാഹിബ് 4 മാസവും ഭാര്യ 7 മാസവും താമസിച്ചു. 2 പേരും ഷിർദിയിലെ താമസം കൊണ്ട് സന്തുഷ്ടരായി. എല്ലാ ഉച്ചയ്ക്കും ബാബയ്ക്ക് നൈവേദ്യം കൊണ്ടുവന്ന് ബാബ സ്വീകരിച്ചേ അവർ ഭക്ഷണം കഴിക്കലുള്ളൂ. അവരുടെ ഭക്തിയുടെ സ്ഥിരത കണ്ട് ബാബയ്ക്ക് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നി. ഒരു ഉച്ചയ്ക്ക് അവർ സൻസ, അതായത് ഗോതമ്പ് പായസം, പൂരി, ചോറ്, സൂപ്പ്, പായസം മുതലായത് മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. ബാബ സാധാരണ മണിക്കൂറുകളോളം താമസിക്കലുണ്ടെങ്കിലും ഇത് കണ്ട ഉടനെ എഴുന്നേറ്റ് മൂടിയെടുത്തു മാറ്റി സുഖമായി ഭക്ഷിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ശ്യാമ ചോദിച്ചു, എന്താണ് ഇത്ര പക്ഷഭേദം? മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഭക്ഷണം വലിച്ചെറിഞ്ഞ് അതിൽ നോക്കുക പോലും ചെയ്യില്ല. പക്ഷെ ഇത് അടുത്തേക്ക് വലിച്ചു വെച്ച് നല്ലപോലെ കഴിക്കുന്നു. എന്താണ് ഈ അമ്മയുടെ ഭക്ഷണം ഇത്ര മധുരമുള്ളതാണോ? ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. ബാബ അപ്പോൾ ഇങ്ങനെ വിവരിച്ചു, ഈ ഭക്ഷണം യഥാർത്ഥത്തിൽ അസാധാരണമാണ്. മുൻജന്മത്തിൽ ഈ സ്ത്രീ ഒരു കച്ചവടക്കാരൻ്റെ ധാരാളം പാൽ നൽകുന്ന തടിച്ച ഒരു പശുവായിരുന്നു. പിന്നെ അതിനെ കാണാതായി. അതൊരു തോട്ടക്കാരൻ്റെ കുടുംബത്തിലും ഒരു ക്ഷത്രിയ കുടുംബത്തിലും മനുഷ്യനായി ജനിച്ചു. ഒരു കച്ചവടക്കാരനെ കല്യാണം കഴിച്ചു. പിന്നീട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അവൾ ജനിച്ചു. ഞാൻ വളരെ കാലത്തിന് ശേഷം അവളെ കാണുകയാണ്. അവളുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് മധുരതരമായ ഭക്ഷണമെങ്കിലും ഞാൻ കഴിക്കട്ടെ. ബാബ നല്ലപോലെ കഴിച്ച് തൃപ്തി വന്നെന്ന് കാണിക്കാൻ ഒന്ന് തേട്ടി. കൈയും വായും കഴുകി സ്വസ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്തു. അവർ ബാബയെ നമസ്കരിച്ച് ബാബയുടെ കാൽ തലോടി കൊടുത്തു. ബാബ അവരോട് സംസാരിച്ച് അവരുടെ കൈ അങ്ങോട്ടും തലോടി കൊടുത്തു. ഈ അന്യോന്യ പരിചരണം കണ്ട് ശ്യാമ തമാശയായി പറഞ്ഞു, ഇത് നന്നായിരിക്കുന്നു. ഭഗവാനും ഭക്തനും അന്യോന്യം പരിചരിക്കുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണ്. അവരുടെ വിനയവും ഭക്തിയും കണ്ട് ബാബ അവരോട് മെല്ലെ ഹൃദ്യമായ സ്വരത്തിൽ രാജാരാമ രാജാരാമ എന്നെപ്പോഴും എല്ലായ്പ്പോഴും ജപിക്കാൻ പറഞ്ഞു. നീ അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിതോദ്ദേശം സഫലമാകും, മനഃശാന്തി ലഭിക്കും, നിനക്ക് നല്ലത് വരും എന്ന് ബാബ വീണ്ടും അവരോട് പറഞ്ഞു. ആധ്യാത്മിക കാര്യങ്ങൾ പരിചയമില്ലാത്തവർക്കിത് നിസ്സാരമായി തോന്നും.
പക്ഷെ കാര്യം അങ്ങനെയല്ല. അതിന് സാങ്കേതികമായി ശക്തിപാതം എന്ന് പറയാം. അതായത് ഗുരു ശിഷ്യന് തപശക്തി പ്രദാനം ചെയ്യും. ബാബയുടെ വാക്കുകൾ എത്രമാത്രം ശക്തിമത്തും ഫലവത്തുമാണ്. നിമിഷം കൊണ്ടവ അവരുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠയായി. ഈ കഥ ഗുരുശിഷ്യന്മാരുടെ ബന്ധം എപ്രകാരമാണ് വേണ്ടതെന്ന് തെളിയിക്കുന്നതാണ്. ഇരുവരും അന്യോന്യം ഒരുപോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും വേണം. അവർ തമ്മിൽ ഭേദമില്ല. ഇരുവരും ഒന്നാണ്. ഒന്നിന് മറ്റൊന്നില്ലാതെ നിലനിൽപ്പില്ല. ശിഷ്യൻ ഗുരുപാദത്തിൽ നമസ്കരിക്കുന്നു എന്നത് പുറമേ കാണുന്നത് മാത്രമാണ്. ആന്തരികമായും സത്യത്തിലും അവർ ഒന്നാണ്. അവർ തമ്മിൽ ഭേദം ഉള്ളതായി കാണുന്നവർ അപക്വമതികളും അപൂർണരുമാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.